എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കണക്ട് ടു വർക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ധാരാളം സംശയങ്ങൾ വരികയുണ്ടായി. അതിനൊക്കെയുള്ള ഒരു മറുപടിയും തരാൻ ശ്രമിക്കുകയാണ്. അതിനോടൊപ്പം ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കപ്പെടുകയാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. കണക്ട് ടു വർക്ക് പദ്ധതി അനൗൺസ് ചെയ്യുന്ന സമയത്ത് വരുമാന പരിധി 1,00,000 പിന്നീട് അത് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൻ്റെ പേരിലാണ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാമെന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. മറ്റ് കണ്ടീഷൻസും നിർദ്ദേശങ്ങളുമൊക്കെ ഓൺലൈൻ പ്രോസസ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു സംശയം, നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുകയും പിന്നീട് അത് തടസ്സം ഉണ്ടായാൽ നമുക്ക് ഹോം പേജിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് ഈ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ഈ ഒരു സ്റ്റേജിലേക്ക് വരികയും ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. ഇൻകംപ്ലീറ്റ് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ യെസ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോയി ബാക്കി പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സംശയം, ബിടെക്കിന് പഠിക്കുന്നു അല്ലെങ്കിൽ നഴ്സിങ്ങിന് പഠിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാമോ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് കോഴ്സിന് പഠിക്കുന്നവർക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ നിബന്ധന അനുസരിച്ച് +2 കഴിഞ്ഞിരിക്കണം, പ്രായപരിധിയുണ്ട്. അങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ അവർ അപ്കമിങ് ടെസ്റ്റുകൾക്ക് PSC, UPSC, സ്റ്റാഫ് സെലക്ഷൻ, ബാങ്കിങ്, റെയിൽവേ തുടങ്ങിയവയ്ക്കൊക്കെ അപേക്ഷിച്ചിരിക്കണം. അങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓതറൈസേഷൻ ലെറ്ററിന് പകരം ആ ഒരു പ്രിൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. PSC പ്രൊഫൈലിൽ കയറി മൈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രിൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകുന്നതാണ്. അപ്പോൾ എന്ത് കോഴ്സിന് പഠിക്കുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്കമിങ് ടെസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കണം. അതിൻ്റെ പ്രിൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ കോച്ചിങ് സെൻറ്ററിലെ ആ ഒരു ഓതറൈസേഷൻ ലെറ്ററും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിൻ്റെ പ്രിൻറ്റും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ഫയലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. മറ്റൊരു സംശയം, ഈ ഗ്രാൻറ്റ്, മറ്റ് സ്കോളർഷിപ്പുകൾ തുടങ്ങിയവ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. സർക്കാരിൻ്റെ ഏതെങ്കിലും ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. സ്റ്റൈഫൻഡ് ഉൾപ്പെടെ വാങ്ങിക്കുന്നവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. മറ്റൊരു സംശയം, വീട്ടിൽ ഒരാൾക്കോ ഒന്നിലധികം പേർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ ലഭിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതൊന്നും ഇതിന് ബാധകമല്ല. വീട്ടിൽ മറ്റുള്ളവർ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ആ വീട്ടിലെ ഉദ്യോഗാർത്ഥിക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. മറ്റൊരു സംശയം, ഇതിന് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമോ എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റുകളൊന്നും സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. അതിൽ ഉദ്യോഗാർത്ഥി ഒപ്പിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അനുബന്ധം എന്നാണ്. ആ അനുബന്ധം ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഓൺലൈൻ പ്രോസസ് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നില്ല. ഫ്രഷായിട്ടുള്ളവർക്കും ന്യൂ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ അത് ഫെച്ച് ചെയ്ത് വരുന്നില്ല. അവർ ന്യൂ ആപ്ലിക്കൻ്റായിട്ട് അപേക്ഷിച്ചാൽ മതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ന്യൂ ആപ്ലിക്കൻ്റായിട്ട് അപേക്ഷിച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതും ഉണ്ട്. അടുത്ത സംശയം, 5 ലക്ഷം പേർക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ളതാണ്. ആദ്യം അനൗൺസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കുന്ന ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി 5 ലക്ഷം പേർക്ക് മാത്രമേ അനുവദിക്കൂ എന്നാണ് ആദ്യം അനൗൺസ് ചെയ്തിരുന്നത്. കൂടുതൽ വിവരങ്ങൾ നാളെ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു സംശയം, അപ്രൂവായി എത്ര ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിൽ പണമെത്തും എന്നുള്ളതാണ്. നാളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒറ്റ ക്ലിക്കിൽ 10,000 പേരുടെ അക്കൗണ്ടിൽ പണമെത്തും, ക്യാഷ് എത്തും എന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതിനില്ല. 10,000 പേരുടെ അക്കൗണ്ടിൽ പണമെത്തുമോ, എത്ര പേർക്ക് തുക ലഭിക്കും എന്നതിനെക്കുറിച്ചൊന്നുമുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അറിഞ്ഞ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നാളെ വൈകിട്ട് 4 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെ ഉദ്ഘാടനത്തിന് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകളും
നിർദ്ദേശങ്ങളുമൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.